ഹായ് ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ 11ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം ഫസ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ അലക്സ് ബോസ്കോ. കഴിഞ്ഞ 20 വർഷമായി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകൾ എടുത്തു വരുന്നു. ഇപ്പോൾ KSR, KER തുടങ്ങിയവയുടെ ഓൺലൈൻ ഇൻട്രാക്ഷൻ ക്ലാസ്സുകളും എടുത്തു വരികയാണ്. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ആർട്ടിക്കിൾ 3 ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണുന്നവർ കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ വോളിയം ഫസ്റ്റ് എന്ന പുസ്തകം എടുക്കുക. പുസ്തകം നോക്കി എഴുതേണ്ട പരീക്ഷയാണ് കേരള ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുന്ന പരീക്ഷ. അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ആർട്ടിക്കിൾ 7 ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായി പറയുന്നത് ആർട്ടിക്കിൾ 7. അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം ഫസ്റ്റ് എടുക്കുക, ആർട്ടിക്കിൾ 7 എടുക്കുക. ആർട്ടിക്കിൾ 7-ലെ റെമിറ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. റെമിറ്റൻസ്, അടവുകൾ അല്ലെങ്കിൽ ഒടുക്കൽ തുടങ്ങിയ വാക്കുകൾ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ റെമിറ്റൻസ് എന്നാണ് പറയുന്നത്. റെമിറ്റൻസിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 7-ലാണ്. അതിലൊരു ചോദ്യം ഇതാണ്: ദി ഡെയിലി കളക്ഷൻ ഓഫ് each officer should be remitted into the treasury. The daily collection of each officer should be remitted into the treasury. ഡെയിലി കളക്ഷൻ, ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസിലൊക്കെ കരം തീർപ്പ് അടയ്ക്കുന്ന കളക്ഷൻ വരും. അങ്ങനെ പല ഓഫീസുകളിലും ഇതുപോലെയുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വരുന്ന ഡെയിലി കളക്ഷൻസ് ഓഫ് ഈച്ച് ഓഫീസർ ഷുഡ് ബി റെമിറ്റഡ് ഇൻ ടു ദി ട്രഷറി ഡാഷ്. Answer: the next working day or on the last working day of the week. അതായത് ഡെയിലി കളക്ഷൻ ഒന്നുകിൽ പിറ്റേ ദിവസം ട്രഷറിയിൽ അടയ്ക്കണം, അല്ലെങ്കിൽ ആ ആഴ്ചയുടെ അവസാനത്തെ ദിവസം അടയ്ക്കണം. ഒരിക്കൽ കൂടെ: the daily collection of each officer should be remitted into the treasury on the next working day and on the working day of the week. ഒന്നുകിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ അടയ്ക്കുക, അല്ലെങ്കിൽ ആ ആഴ്ചയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ പൈസ അടച്ചാലും മതി. അതായത് നമ്മുടെ ഈ ട്രഷറിയും ഓഫീസും തമ്മിലുള്ള അകലത്തെ പ്രതിനിധീകരിച്ചാണ് വരുന്നത്. തീരെ അകലമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലെ അവസാനത്തെ ദിവസം അടച്ചാൽ മതി. തൊട്ടടുത്താണ് എന്നുണ്ടെങ്കിൽ 500 രൂപയിൽ കൂടി കഴിഞ്ഞാൽ ആ റെമിറ്റൻസ് നമ്മൾ ട്രഷറിയിൽ കൊണ്ട് അടയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ ഷുഡ് ദി ഡെയിലി കളക്ഷൻ ഓഫ് റവന്യൂ ബി റെമിറ്റഡ് ബൈ ഈച്ച് ഓഫീസർ ഇൻ ടു ദി ട്രഷറി? വെൻ ഷുഡ് ദി ഡെയിലി കളക്ഷൻ ഓഫ് റവന്യൂ ബി റെമിറ്റഡ് ബൈ ഈച്ച് ഓഫീസർ ഇൻ ടു ദി ട്രഷറി? ദി നെക്സ്റ്റ് വർക്കിംഗ് ഡേ. റവന്യൂ കളക്ഷൻ എന്നാണ് അടയ്ക്കേണ്ടത്? നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ്. അടുത്ത ചോദ്യം: ദി നമ്പർ ഓഫ് റെമിറ്റൻസ് ഓഫ് റവന്യൂ കളക്ഷൻസ് ഇൻ ടു ദി ട്രഷറി ഈസ് ലിമിറ്റഡ് ടു ഡാഷ്. ദി നമ്പർ ഓഫ് റെമിറ്റൻസ് ഓഫ് റവന്യൂ കളക്ഷൻസ് ഇൻ ടു ദി ട്രഷറി ഈസ് ലിമിറ്റഡ് ടു ഡാഷ്. മിനിമം എത്ര പ്രാവശ്യമായിട്ടെങ്കിലും ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ഡെയിലി കളക്ഷൻ അടയ്ക്കണമെന്നാണ് മിനിമം. 2 per month. മാസത്തിൽ 2 പ്രാവശ്യമായിട്ടെങ്കിലും അടച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ആയിക്കൂടെ: ദി നമ്പർ ഓഫ് റെമിറ്റൻസ് ഓഫ് റവന്യൂ കളക്ഷൻസ് ഇൻ ടു ദി ട്രഷറി ഈസ് ലിമിറ്റഡ് ടു ഡാഷ് 2 per month. ഒരു മാസം 2 പ്രാവശ്യം. അടുത്ത ചോദ്യം: ഹൗ ഡസ് എ തഹസിൽദാർ സീ ദാറ്റ് ഓൾ കളക്ഷൻസ് ഓഫ് ഈച്ച് ഡേ ആർ റെമിറ്റഡ് ഇൻ ടു ട്രഷറി? How does a Tahsildar see that all collections of each day are remitted into the treasury? ഒരു ദിവസത്തെ എല്ലാ കളക്ഷനും
ട്രഷറിയിൽ കൃത്യമായി അടച്ചിട്ടുണ്ട് എന്ന് തഹസിൽദാർ എങ്ങനെ മനസ്സിലാക്കും? ആൻസർ: ബൈ പ്രോപ്പർ കീപ്പിംഗ് ഓഫ് ചെലാൻ റെസിപ്റ്റ്. ട്രഷറിയിൽ അടയ്ക്കുന്ന ചെലാൻ റെസിപ്റ്റ് സൂക്ഷിച്ചു വെച്ചാണ് ഇത് മനസ്സിലാക്കുന്നത്. എല്ലാ പൈസയും അടച്ചിട്ടുണ്ടോ? ചെലാൻ മുഖേനയാണ് പൈസ ട്രഷറിയിൽ അടയ്ക്കുന്നത്. ആ ചെലാൻ റെസിപ്റ്റിൽ നോക്കി വെച്ചാണ് മനസ്സിലാക്കുന്നത് എല്ലാ പൈസയും കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഏത് ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ആർട്ടിക്കിൾ 7 നിന്ന് വന്ന പ്രധാന ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ആർട്ടിക്കിൾ 7 നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആർട്ടിക്കിൾ 7 ഈ റെമിറ്റൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 9 ആണ്. ആർട്ടിക്കിൾ 9 അതിൽ ചോദ്യം ഇതാണ്: The chief controlling officer should get reports on the progress of reconciliation work in respect of department receipts from their subordinate controlling officers with the required certificate. Very good. The chief controlling officer should get reports on the progress of reconciliation work in respect of departmental receipts from their subordinate controlling officers with the required certificates. Answer: quarterly. ക്വാർട്ടർലി ആയിട്ടാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം: The chief controlling officer should furnish a certificate of reconciliation of departmental receipts with those booked in the treasury in the prescribed form on dash every year. ഇത് ആർട്ടിക്കിൾ 9 സബ് ആർട്ടിക്കിൾ 5 നോക്കിയാൽ 5 എന്ന് എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് നോക്കിയാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കാണാൻ സാധിക്കും. ഈ സെൻറ്റൻസ് അതുപോലെ തന്നെ കിടപ്പുണ്ട്. ആർട്ടിക്കിൾ 9 പാരഗ്രാഫ് നമ്പർ 5. The chief controlling officer should furnish a certificate of reconciliation of department receipts with those booked in the treasury in the prescribed form on dash every year. റിക്കൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് ഏതെല്ലാം സമയം കൺട്രോളിംഗ് ഓഫീസർ ഫർണിഷ് ചെയ്തിരിക്കണം? റിക്കൺസിലിയേഷൻ റെസിപ്റ്റ് അത് ആൻസർ 30th സെപ്റ്റംബർ ആൻഡ് 31st മാർച്ച്. സെപ്റ്റംബർ 30 മാർച്ച് 31 റിക്കൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സെപ്റ്റംബർ 30 ആൻഡ് മാർച്ച് 31. ഓർത്തിരിക്കുക, പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യം തന്നെയാണിത്. റിക്കൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ 30 ആൻഡ് മാർച്ച് 31. സെപ്റ്റംബർ 30 മാർച്ച് 31. അടുത്ത ചോദ്യം: സർട്ടിഫിക്കറ്റ് ഓഫ് റിക്കൺസിലിയേഷൻ ആസ് ഓൺ 31st മാർച്ച് ഓഫ് എവരി ഇയർ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ബൈ ദി ഡാഷ്. ക്വസ്റ്റ്യൻ ഒരിക്കലും വായിക്കാം. സർട്ടിഫിക്കറ്റ് ഓഫ് റിക്കൺസിലിയേഷൻ ആസ് ഓൺ 31st മാർച്ച് of every year should be submitted to the finance department by the dash. മാർച്ച് 31 റിക്കൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ആരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ആൻസർ: ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ചീഫ് കൺട്രോളിംഗ് ഓഫീസറാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഈ റിക്കൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് മാർച്ച് 31 നൽകേണ്ടത്. ക്വസ്റ്റ്യൻ ഒരിക്കലും വായിക്കാം. Certificate of reconciliation as on 31st March of every year should be submitted to the finance department by the dash chief controlling officer of each department. അടുത്ത് ആർട്ടിക്കിൾ 12 പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 12 അതായത് ആർട്ടിക്കിൾ 12 പറയുന്നത് ഈ ഗവൺമെൻറ് കെട്ടിടങ്ങൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുന്നു. അതായത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധീനതയിലുള്ള കെട്ടിടങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ഒഴികെയുള്ള മറ്റ് വകുപ്പുകളുടെ അധീനതയിലുള്ള കെട്ടിടങ്ങളും. അതിനാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കെട്ടിടങ്ങളും പൊതുമരാമത്ത് ഒഴികെയുള്ള മറ്റ് വകുപ്പുകളുടെ കെട്ടിടങ്ങളുമാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. അതിലൊരു ചോദ്യം ഇതാണ്: 2 categories of government building for the purpose of watching reconciliation of rent due from occupants are dash.
two categories of government building for the purpose of matching reconciliation of rent. റെന്റ് റിക്കൺസിലിയേഷന് കൊടുക്കുന്ന രണ്ട് കാറ്റഗറിയിലുള്ള ഗവൺമെൻറ് ബിൽഡിങ്സ് ഏതാണ്? Two categories of government buildings for the purpose of matching reconciliation of rent due from occupants are dash. ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. Those under PWD and those not under PWD. ആൻസർ those under PWD and those not under PWD. PWDയുടെ കീഴിൽ വരുന്ന കെട്ടിടങ്ങളും PWDയുടെ കീഴിൽ അല്ലാത്ത കെട്ടിടങ്ങളും. അങ്ങനെ രണ്ട് സെക്ഷനാണ് ഉള്ളത്. അടുത്ത ചോദ്യം. Under the provisions laid down in respect of residential buildings under the charge of the PWD responsibility for recovering rents mainly with the executive engineer concerned, who are the other authorities having same responsibility in the matter? വായിക്കാം. Under the provisions laid down in respect of residential buildings under the charge of the PWD responsibility for recovering rents mainly with the executive engineer concerned, who are the other authorities having same responsibility in the matter? Answer. Head of the office in which the tenant is employed and the treasury officer or the officer who disburses his pay. സെൻറ്റൻസ് ഇതേ രീതിയിൽ തന്നെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾ പെൻസിലിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. വീണ്ടും ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ വീണ്ടും കാണുക. വീണ്ടും കണ്ടിട്ട് ആ പോയിന്റ്സിൽ കൂടെ മനസ്സ് കടന്നു പോകണം. എന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് ഇത് ഉറച്ചിരിക്കൂ. കാണാതെ പഠിത്തം എന്ന് പറയുന്ന സംഭവം നമുക്ക് നമ്മുടെ നിഘണ്ടുവിലുള്ള കാര്യമല്ല. പുസ്തകം വിത്ത് ബുക്കാണിത്. പുസ്തകം വെച്ച് വളരെ എളുപ്പത്തിൽ പരീക്ഷ ജയിക്കാമെന്നുള്ള പരീക്ഷയാണിത്. ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇതിലും പറയുന്നു, നിങ്ങൾ 45 മാർക്കിനോ 50 മാർക്കിലോ കൂടുതൽ ആൻസർ ചെയ്യരുത്. അതിനകത്ത് മാത്രമേ ആൻസർ ചെയ്യാവൂ. കൂടുതൽ ആൻസർ ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പം നിങ്ങളുടെ തെറ്റുകളുടെ എണ്ണം ചിലപ്പോൾ കൂടിയെന്നിരിക്കും. 3 തെറ്റിന് 1 മാർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ 45-നും 50-നും മാർക്കിൽ കൂടുതൽ എഴുതാൻ പോകരുത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഒരുമിച്ച് വേണം പോകാൻ. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇതൊരിക്കൽ കൂടെ എൻ്റെ വീഡിയോ കാണുക. അങ്ങനെ 1-2 പ്രാവശ്യം വീഡിയോയും കണ്ട് പുസ്തകവും നോക്കിയിട്ട് നിങ്ങൾ സുഖമായി കിടന്നുറങ്ങുക. വീണ്ടും പിറ്റേ ദിവസം പിറ്റേ എപ്പിസോഡ് കാണുക. അതും പുസ്തകവുമായിട്ട് ഒരുമിച്ച് നോക്കുക. അങ്ങനെ പല പ്രാവശ്യം ഒരു ദിവസം 4-5 പ്രാവശ്യം വീതം നോക്കിപ്പോയി കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുസ്തകത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ ആർട്ടിക്കിളും ഒന്ന് വായിക്കുക. ആ മാർക്ക് ചെയ്ത് മാച്ച് കളയുക. ആ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പരീക്ഷയുടെ അന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പുസ്തകവുമായിട്ട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് പുസ്തകത്തിലെ പോയിന്റ് കണ്ടുപിടിക്കുക. വീണ്ടും വീഡിയോ ഇടുക. വീണ്ടും പോയിന്റ് കണ്ടുപിടിക്കുക. അങ്ങനെ പല പ്രാവശ്യം ഒരു 3-4 പ്രാവശ്യം. അതായത് എൻ്റെ ഒരു എപ്പിസോഡ് മാക്സിമം ഒരു 20 മിനിറ്റോ 25 മിനിറ്റേ വരൂ. അപ്പോൾ 4 പ്രാവശ്യം കാണണമെന്ന് പറഞ്ഞാൽ പോലും ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം എടുക്കൂ. അത്രയും ചെയ്ത് നിങ്ങൾ പോയിക്കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഒരു മൈനസ് മാർക്ക് പോലും നിങ്ങൾക്കുണ്ടാവില്ല. ഫിനാൻഷ്യൽ കോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-20 വർഷം കൊണ്ട് പഠിപ്പിച്ചിട്ടും ഫിനാൻഷ്യൽ കോഡ് തോറ്റുപോയ ഒരു വ്യക്തിയും എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലോ ഒരു ക്ലാസ്സിനും തന്നെ പങ്കെടുത്തതിൽ ആർക്കും ഫിനാൻഷ്യൽ കോഡ് നഷ്ടപ്പെട്ടിട്ടില്ല. ഓർക്കുക, ഫിനാൻഷ്യൽ കോഡ് ലോവർ എഴുതിയവരും ജയിക്കും, ഹയർ എഴുതിയവരും ജയിക്കും, 2 പേപ്പറും ജയിക്കും. ഉറപ്പാണ്. നിങ്ങളും ആ ആത്മവിശ്വാസത്തോടു കൂടെ വേണം ഈ വീഡിയോകൾ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പറയണം ഇത് നല്ലൊരു ചാനലാണെന്നുള്ള ഒരു വാക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അവർ ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അവരുടെ സുഹൃത്തുക്കളെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ പ്രോഗ്രാമുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ശരി, അടുത്ത
ആർട്ടിക്കിൾ 12 തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വരുന്ന വേറൊരു സെന്റൻസ് ആണ്. മെയിൻലി on whom rests the responsibility for recovering rent in respect of government buildings in charge of PWD which are used as residences. ഒരിക്കലും ചോദ്യം വായിക്കാം. മെയിൻലി ഓൺ whom rests in the responsibility for recovering rent in respect of government buildings in charge of PWD which are used as residences. Answer: Executive Engineer of the Division. Executive Engineer of the Division. അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 21 ആണ്. ആർട്ടിക്കിൾ നമ്പർ 21 അല്ല 20 ആണ് പ്രധാനമായിട്ടുള്ളത്. ആർട്ടിക്കിൾ നമ്പർ 20. അതിലൊരു ചോദ്യം ഇതാണ്: A tenant who is in receipt of pension is treated as a person. A tenant who is in receipt of pension is treated as a person. Answer: not in the service of government. ഗവൺമെൻറ് സർവീസിൽ ഇല്ലാത്ത ആളിനെയാണ് റെസിപ്റ്റ് ഓഫ് പെൻഷൻ ഇസ് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ, ഒരു പേഴ്സണായിട്ട് റെസിപ്റ്റ് ചെയ്യുന്നത്. എ ടെനന്റ് ഹു ഈസ് ഇൻ റെസിപ്റ്റ് ഓഫ് പെൻഷൻ ഈസ് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ ഈസ് നോട്ട് ഇൻ ദി സർവീസ് ഓഫ് ഗവൺമെൻറ്. അടുത്ത ചോദ്യം. ആ സെൻറ്റൻസ് കണ്ടല്ലോ, പുസ്തകത്തിൽ കണ്ടല്ലോ. ആർട്ടിക്കിൾ 20 വരുന്നത്. ഇതേ സെൻറ്റൻസ് തന്നെയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: When a building belonging to the government is let to a person in receipt of pension, he should be treated as dash. When a building belonging to the government is let to a person in receipt of pension, he should be treated as a dash. Private person. പ്രൈവറ്റ് പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നത്. പെൻഷൻ വാങ്ങി തുടങ്ങിയാൽ ആ കെട്ടിടത്തിൽ താമസിക്കുന്നത് പ്രൈവറ്റ് പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: The rent of a government building which is occupied by a retired government employee shall be recovered. Question: The rent of a government building which is occupied by a retired government employee shall be recovered dash in advance on every month. അതായത് സർവീസിലിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള കെട്ടിടങ്ങളിൽ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാലറിയോടൊപ്പം, അതായത് ഒരു ജനുവരി മാസത്തെ സാലറി റെന്റ് കൊടുക്കേണ്ടത് ജനുവരിയുടെ സാലറി ഫെബ്രുവരിയിൽ വാങ്ങുമ്പോൾ കൊടുത്താൽ മതി. പക്ഷേ പെൻഷൻ ആയതിനു ശേഷമാണ് റെന്റ് കൊടുക്കുന്നത് എങ്കിൽ ജനുവരിയുടെ പെൻഷൻ ജനുവരി 1 തന്നെ കൊടുക്കണം, ഫെബ്രുവരിയിലെ പെൻഷൻ ഫെബ്രുവരി 1 തന്നെ കൊടുക്കണം. അതാണ് അതിൻ്റെ നിയമം. അടുത്ത ആർട്ടിക്കിൾ 21. ഈ ഓഫീസുകൾ വാടകയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പല കെട്ടിടങ്ങൾ PWD കെട്ടിടങ്ങൾ ഓഫീസുകൾക്ക് വാടകയ്ക്ക് കൊടുക്കും. അതെങ്ങനെയാണ്? ഡയറ്റിംഗ് ചാർജസ് ഓഫ് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ബി സാങ്ഷൻഡ് ബൈ ഡാഷ്. ഡയറ്റിംഗ് ചാർജസ് ഓഫ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ബി സാങ്ഷൻഡ് ബൈ. ആൻസർ: ദി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസേഴ്സ്. ഇവർ 3 പേരുമാണ് സാങ്ഷൻ കൊടുക്കുന്നത്. ഡയറ്റിംഗ് ചാർജസ് ഫോർ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ബി സാങ്ഷൻഡ് ബൈ ദി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി മുനിസിപ്പൽ ടാക്സ് assessed on the annual value of a private building in which accommodation is provided to a government office should be paid by dash. The municipal tax assessed on the annual value of a private building in which accommodation is provided to a government office should be paid by dash, the owner. Should be paid by the owner. Next question: building tax of a building hired by government for office accommodation should be paid by the dash. Building tax of a building hired by government
ഫോർ ഓഫീസ് അക്കോമഡേഷൻ ഷുഡ് ബി പെയ്ഡ് ബൈ ഡാഷ് ദി ഓണർ ഓഫ് ദി ബിൽഡിംഗ്. അപ്പോൾ 21 ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. 21ാമത്തെ ആർട്ടിക്കിൾ വരെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്പർ 12 ഇതിന് ശേഷമുള്ള ആർട്ടിക്കിളുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിച്ചുകൊണ്ട്, നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.